നമസ്കാരം. മലയാളം SCERT ചാനലിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ പട്ടം പറപ്പിക്കട്ടെ എന്ന പാഠമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കവിതയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയട്ടെ. ഈ ലോകം വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് അല്ലേ? പല നിറത്തിലുള്ള വലിപ്പത്തിലുള്ള പൂക്കൾ, ചെടികൾ, അതുപോലെ ജീവികൾ, മലകൾ, പുഴകൾ, അങ്ങനെ അതുപോലെ ഭൂമിയിൽ തന്നെ പലതരത്തിലും രൂപത്തിലുമുള്ള വലിപ്പത്തിലുമുള്ള മനുഷ്യരുമുണ്ട് അല്ലേ? ഓരോരുത്തരും അവരവർ ജീവിക്കുന്ന സ്ഥലങ്ങളിലെ കാലാവസ്ഥയ്ക്കും അല്ലെ പ്രകൃതിക്കും അനുസരിച്ചിട്ടുള്ള രൂപഭാവങ്ങളും ഒക്കെയാണ് ഓരോ മനുഷ്യർക്കും ഉള്ളത്. അങ്ങനെയൊക്കെയാണെങ്കിലും ഇവയെല്ലാം മരങ്ങളാണെങ്കിലും ചെടികളാണെങ്കിലും മനുഷ്യരാണെങ്കിലും മറ്റു ജീവികളാണെങ്കിലും പുഴയാണെങ്കിലും മലകളാണെങ്കിലും അതൊക്കെ പ്രകൃതിയുടെ സൃഷ്ടികളാണ് അല്ലേ? അങ്ങനെ പ്രകൃതിയുടെ സൃഷ്ടികളാണ് നാം എല്ലാവരും എന്ന് ചിന്തിക്കുമ്പോൾ നാം എല്ലാം ഒന്നാണല്ലോ അല്ലേ? അപ്പോൾ ഈ ലോകം ഒന്നാണ് എന്നൊരു സന്ദേശം നൽകുന്നൊരു കവിതയാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന പട്ടം പറപ്പിക്കട്ടെ എന്ന കവിത. ഇതിലെ പട്ടം എന്നുള്ളത് യഥാർത്ഥത്തിൽ കവിയുടെ ഉന്നതമായ ചിന്താഗതി വച്ചു പുലർത്തുന്ന, ലോകത്തെ ഒന്നായി കാണുന്ന വിശാല മനസ്കതയുള്ള കവിയുടെ മനസ്സ് തന്നെയാണ്. നമുക്ക് നോക്കാം കവിത. പാരിടമൊന്നായി കാണും നേട്ടം, പാറട്ടെ വാനിലൻ കൊച്ചു പട്ടം, താമരപ്പൂവിൻ മണവുമായി നീ ഓമനക്കാറ്റേ വരികരികിൽ. പാരിടമൊന്നായി കാണും നേട്ടം, പാറട്ടെ വാനിലൻ കൊച്ചു പട്ടം. ഇങ്ങനെ വാനിലേക്ക് ഉയർന്നു പറക്കുന്ന പട്ടത്തിന് താഴെയുള്ള എല്ലാ കാഴ്ചകളും കാണാൻ പറ്റും അല്ലേ? പാരിടത്തെ ഈ ഭൂമിയെ, ഈ ലോകത്തെ ഒന്നായി കാണാൻ പറ്റുന്നു, മുഴുവനായി കാണാൻ പറ്റുന്നു. അങ്ങനെ ഉയർന്നു പറക്കട്ടെ, ഇതെല്ലാം കാണാനായി, ലോകത്തെ മുഴുവൻ കാണാനായി എൻ്റെ പട്ടം ഉയർന്നു പറക്കട്ടെ എന്നാണ് കവി പറയുന്നത്. അപ്പോൾ പട്ടം പറക്കാൻ ആരുടെ സഹായം വേണം? ഉയർന്നു പറക്കണമെങ്കിൽ കാറ്റിൻ്റെ അല്ലേ? താമരപ്പൂവിൻ മണവുമായി നീ ഓമനക്കാറ്റേ വരികരികിൽ. അപ്പോൾ എൻ്റെ ഈ പട്ടത്തെ ഉയർന്ന് പറപ്പിക്കാൻ വേണ്ടി അല്ലയോ ഓമനയായ കാറ്റേ എൻ്റെ അരികിലേക്ക് വരൂ എന്നാണ് കവി പറയുന്നത്. അപ്പോൾ പാരിടമൊന്നായി കാണാനായി ഉയർന്നു പറക്കുന്ന പട്ടത്തിന് വീണ്ടും വീണ്ടും ഉയരത്തിലെത്താൻ, ഉയരെ എത്താനായിട്ട് കാറ്റിനെ വിളിക്കുകയാണ്. ഓരോ പടിയായി കയറുകൻ്റെ ചേതോഹരമാം വിചാരശില്പം, താടി നരച്ചൊരനച്ഛനെ പോൽ താഴത്തേക്കാകാശം നോക്കി നിൽപ്പൂ. അപ്പോൾ ഈ ലോകത്തെ ഓരോന്നും സ്വന്തം സങ്കല്പത്തിനനുസരിച്ച് ഓരോ രൂപമായി കാണുകയാണ് കവി. അദ്ദേഹത്തിൻ്റെ വിചാരശില്പം, അദ്ദേഹത്തിൻ്റെ സങ്കല്പചിത്രം ഇങ്ങനെ വികസിച്ച് വരികയാണ്. എന്തൊക്കെയാണ് അദ്ദേഹത്തിന് തോന്നുന്നത് നോക്കാം. താടി നരച്ചൊരനച്ഛനെ പോൽ താഴത്തേക്കാകാശം നോക്കി നിൽപ്പൂ. ഇങ്ങനെ ഉയർന്നു പറക്കുന്ന ആ പട്ടത്തെ നോക്കി നിൽക്കുകയാണ് ആകാശം. താടി നരച്ച അച്ഛനെ പോലെ. ആകാശത്ത് നിറയെ വെൺമേഘങ്ങൾ ഉണ്ടാവില്ലേ അല്ലേ? അപ്പോൾ മേഘങ്ങളാൽ ചുറ്റപ്പെട്ട ആ ആകാശം, മേഘങ്ങൾ നിറഞ്ഞ ആകാശം അച്ഛനായിട്ട് കാണുകയാണ്. താടി നരച്ച അച്ഛനായിട്ട് കാണുകയാണ് കവി. താടി നരച്ച അച്ഛനെ പോലെ വാത്സല്യത്തോടെ മകനെ നോക്കി നിൽക്കുകയാണ് ആകാശം. ഉയർന്നു പറക്കുന്ന ആ പട്ടത്തെ, ആ പട്ടം കവി തന്നെയാണ്, കവിയുടെ ചിന്തകൾ തന്നെയാണ്, കവി തന്നെയാണ് ആ പട്ടത്തെ നോക്കി നിൽക്കുകയാണ്
സ്നേഹത്തോടെ വാത്സല്യത്തോടെ നോക്കി നിൽക്കുകയാണ് ആകാശം. പൊന്മകൻ ആശിസ്സു നേരുകയാം അമ്മയെ പോലഴകാർന്ന ഭൂമി. ഭൂമിയാണെങ്കിലോ മകനെ അനുഗ്രഹിക്കുകയാണ്. ഉയരങ്ങളിലെത്തട്ടെ അല്ലേ? ഈ ലോകത്തെ ഒന്നായി കാണുന്ന ഉന്നത ചിന്താഗതിയുള്ള തൻ്റെ പുത്രൻ ഇനിയും ഇനിയും ഉയരങ്ങളിലെത്തട്ടെ എന്ന് അനുഗ്രഹിക്കുകയാണ് ഭൂമി. അമ്മയെപ്പോലെ അഴകാർന്ന ഭൂമി എന്നാണ്. ഭൂമിയെ അമ്മയായിട്ടാണ് കാണുന്നത്. അമ്മയുടെ സ്നേഹവും കരുതലും ക്ഷമയും സഹനവുമൊക്കെ ഭൂമിക്കും ഉണ്ടെന്നാണ് പറയാറ്. ഭൂമി മാതാവ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. അപ്പോൾ ഇവിടെ അമ്മയായിട്ട് ഭൂമിയെയും കാണുകയാണ് കവി. പൊന്മകന് ആശ്വാസം നൽകുന്ന, അനുഗ്രഹം നൽകുന്ന അമ്മയായി ഭൂമിയെയും കാണുന്നു. സൂര്യകരങ്ങൾ തലോടി നിൽപ്പൂ, പോരിക മേൽപോട്ടെന്നോതി മേഘം. സൂര്യനാണെങ്കിൽ തൻ്റെ കരങ്ങൾ കൊണ്ട് തലോടുകയാണ്. മേഘം പറയുന്നു, നീ മേൽപോട്ട് വന്നോളൂ എന്ന് മേഘവും പറയുന്നു. സൂര്യകരങ്ങൾ തലോടി നിൽപ്പൂ, പോരിക മേൽപോട്ടെന്നോതി മേഘം. സൂര്യൻ്റെ കരങ്ങൾ, സൂര്യൻ്റെ കരങ്ങളാണ് അല്ലേ. രശ്മികളാകുന്ന തൻ്റെ കരങ്ങൾ കൊണ്ട് സൂര്യൻ തലോടുകയും മേഘം ഇങ്ങോട്ട് വരൂ, ഉയർന്നു വരൂ എന്ന് പറഞ്ഞ് ക്ഷണിക്കുകയും ചെയ്യുന്നു. അടുത്ത വരി, പാരിടമൊന്നായി തീരും നേട്ടം, പാറട്ടെ മീതയൻ കൊച്ചു പട്ടം. കാറ്റിൻ തുണയാൽ ഉയർന്നുയർന്നു മീതെ പറവയായി ചേർന്നു നിന്നു. അങ്ങനെ പാരിടത്തെ ഒന്നായി കാണാൻ പറ്റുന്ന നേട്ടം ഉയർന്നു പറക്കുന്ന പട്ടത്തിന് കിട്ടുകയാണ്. അങ്ങനെ കാറ്റിൻ്റെ തുണയാൽ, കാറ്റിൻ്റെ സഹായത്താൽ ഉയർന്നുയർന്ന് പറവയോട് ചേർന്ന് പറക്കുകയാണ് പട്ടം. കാറ്റിൻ്റെ സഹായത്താൽ ഉയർന്ന് പറന്ന് പറവയെപ്പോലെ ആകാശത്തിങ്ങനെ പറന്ന് നടക്കുന്നു പട്ടം. ഈ ലോകം വീക്ഷിക്കും നിൻ കരളിൻ നൂലറ്റു പോകാതിരിക്കയെന്നും, പാരിടമൊന്നായി കാണും നേട്ടം, പാറട്ടെ മീതയൻ കൊച്ചു പട്ടം. ഈ ലോകത്തെ മുഴുവൻ ഒന്നായി കാണുന്ന എൻ്റെ ഈ പട്ടം ഉയർന്നു പറക്കട്ടെ. എത്ര ഉയരങ്ങളിലെത്തിയാലും ഈ ലോകത്തെ ഒന്നായി കാണുന്ന നിൻ്റെ ആ മനസ്സിൻ്റെ നന്മ നശിച്ചു പോകാതെ നീ സൂക്ഷിക്കുക. കരളിൻ നൂലറ്റു പോകാതിരിക്കുക. അപ്പോൾ നിൻ്റെ മനസ്സിൻ്റെ ആ നന്മ, എത്ര ഉയരങ്ങളിലെത്തിയാലും നിൻ്റെ മനസ്സിൻ്റെ ആ നന്മ, ലോകത്തെ ഒന്നായി കാണുന്ന ആ ഒരു ചിന്താഗതി നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കണം എന്നാണ് കവി പറയുന്നത്. മാനവനെന്നും വഴക്കടിച്ചു കോലം കെടുത്തിയ പാരിൽ നിന്നും, പാവന ചിന്ത നഭസിൽ മീതെ പാറട്ടെ എന്നുമെൻ കൊച്ചു പട്ടം. സ്വാർത്ഥനായ മനുഷ്യൻ തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പരസ്പരം വഴക്കടിച്ചും അല്ലെ, യുദ്ധം ചെയ്തും ഭൂവിഭവങ്ങളും ഒക്കെ തങ്ങളുടെ വരുതിയിലാക്കാൻ വേണ്ടിയിട്ട് ആക്രമിച്ചും ഭൂമിയെ ചൂഷണം ചെയ്തും നശിപ്പിച്ചിരിക്കുകയാണ് ഭൂമിയെ. അങ്ങനെ പരസ്പരം ആക്രമിക്കുന്ന, പരസ്പരം വിദ്വേഷം പ്രകടിപ്പിക്കുന്ന മനുഷ്യർ നിറഞ്ഞ ഈ ലോകത്തിൽ നിന്നും നല്ല ചിന്തകളുടെ ആകാശത്തേക്ക് എൻ്റെ മനസ്സ്, എൻ്റെ ചിന്തകളാകുന്ന ആ പട്ടം
എൻ്റെ മനസ്സാകുന്ന ആ പട്ടം ഉയർന്നു പറക്കട്ടെ എന്നാണ് കവി ആശംസിക്കുന്നത്. കവിയെപ്പോലെ തന്നെ എല്ലാവരും ലോകത്തെ ഒന്നായി കാണുകയും എല്ലാം നമ്മുടേതാണെന്ന് ചിന്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ ലോകത്തെന്നും സമാധാനം നിലനിൽക്കും. അവിടെ യുദ്ധമുണ്ടാകില്ല. സമാധാനവും ഐശ്വര്യവും നിറഞ്ഞതായി തീരും ഭൂമി. അങ്ങനെ ഉയർന്ന ചിന്തകൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാവട്ടെ, ലോകത്തെ ഒന്നായി കാണാൻ എല്ലാവർക്കും കഴിയട്ടെ എന്നാണ് ഈ ഒരു കവിതയിലൂടെ കവി നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി പ്രവർത്തനങ്ങൾ കവിത ഈണത്തിൽ ചൊല്ലുമല്ലോ. അടുത്തത് കവിതയുടെ ഉള്ളറിയാം എന്നുള്ളതാണ്. കവിതയിലെ ആശയങ്ങൾ ചോദ്യങ്ങളിലൂടെ മനസ്സിലാക്കുക. അതിനു മുമ്പായിട്ട് ഇത് പി കുഞ്ഞിരാമൻ നായർ നമ്മുടെ കവിത എഴുതിയ കവിയാണ്. പി കുഞ്ഞിരാമൻ നായർ 1905 കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് എന്ന സ്ഥലത്താണ് ജനിച്ചത്. വിദ്യാഭ്യാസത്തിനു ശേഷം അധ്യാപകനായും പ്രവർത്തകനായുമൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. 1978 അദ്ദേഹം മരണമടയുന്നത്. ചോദ്യങ്ങൾ നോക്കാം. ആകാശത്തിൻ്റെ നോട്ടം എങ്ങനെയാണ്? ഭൂമിയുടെ ഭംഗിയെക്കുറിച്ച് കവി എന്താണ് പറയുന്നത്? മേഘം പട്ടത്തിനോട് പറഞ്ഞതെന്താണ്? പട്ടത്തിന് പറവ പോലെ പാറാൻ കഴിയുന്നത് ആരുടെ സഹായത്താലാണ്? ആകാശത്ത് ഉയർന്നു പറക്കുന്ന പട്ടത്തിനുള്ള നേട്ടം എന്തായിരിക്കും? പാരിൻ്റെ കോലം കെട്ടതിന്, ഭൂമിയുടെ ഭംഗി നശിച്ചതിന് എന്താണ് കാരണം? ഉത്തരം നോക്കാം. ആകാശത്തിൻ്റെ നോട്ടം എങ്ങനെയാണ്? അച്ഛൻ മകനെ എന്നതുപോലെ വാത്സല്യത്തോടെയാണ് ആകാശം നോക്കുന്നത്. ഭൂമിയുടെ ഭംഗിയെക്കുറിച്ച് കവി എന്താണ് പറയുന്നത്? ഭൂമി അമ്മയെപ്പോലെ അഴകാർന്നതാണ്. മേഘം പട്ടത്തിനോട് പറഞ്ഞത് എന്താണ്? മേലോട്ട് പോരുക എന്നാണ് മേഘം പറയുന്നത്. പട്ടത്തിന് പറവ പോലെ പാറാൻ കഴിയുന്നത് ആരുടെ സഹായത്താലാണ്? കാറ്റിൻ്റെ സഹായത്താലാണ്. ആകാശത്ത് ഉയർന്നു പറക്കുന്ന പട്ടത്തിനുള്ള നേട്ടം എന്തായിരിക്കും? ആകാശത്ത് ഉയർന്നു പറക്കുന്ന പട്ടത്തിന് ലോകം മുഴുവൻ കാണാൻ കഴിയുന്നു. പാരിൻ്റെ കോലം കെട്ടതിന് എന്താണ് കാരണം? പരസ്പരം കലഹിക്കുന്ന മനുഷ്യനാണ് ഭൂമിയുടെ കോലം കെടുത്തിയത്. അടുത്തത് വിശകലനം ചെയ്യാം. ഈ ലോകം വീക്ഷിക്കും നിൻ കരളിൻ നൂലറ്റു പോകാതിരിക്കയെന്നും മാനവനെന്നും വഴക്കടിച്ചു കോലം കെടുത്തിയ പാരിൽ നിന്നും പാവന ചിന്താൻ നഭസിൽ മീതെ പാറട്ടെ എന്നുമൻ കൊച്ചുപട്ടം. ഈ വരികൾ ശ്രദ്ധിച്ചു വായിക്കൂ. ലോകത്തെ വീക്ഷിക്കുന്ന പട്ടം, പട്ടത്തിൻ്റെ കരൾ, പട്ടത്തിൻ്റെ നൂൽ, മാനവൻ വഴക്കടിച്ചു കോലം കെടുത്തിയ പാര്, പാവന ചിന്താ നഭസ്. പട്ടത്തെക്കുറിച്ച് മാത്രമാണോ ഈ വരികളിൽ പറയുന്നത്? ഈ കൊച്ചു പട്ടം മറ്റെന്തെങ്കിലുമാണോ? ഭൂമിയിലെ എല്ലാവരെയും ഒന്നായി കാണാൻ പട്ടത്തിന് കഴിയും. നമുക്കതിന് കഴിയുന്നുണ്ടോ? നമ്മുടെ മനസ്സും പട്ടം പോലെയായി മാറിയാലോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. തുടർന്ന് വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ. വിശകലനം ചെയ്യുക. ആകാശത്ത് ഉയർന്നു പറക്കുന്ന പട്ടത്തിന് ഈ ലോകം മുഴുവൻ കാണാനാകുന്നു. മനുഷ്യൻ പരസ്പരം വഴക്കടിച്ച് വികൃതമാക്കിയ ഭൂമിയിൽ നിന്നും ഉയർന്ന് നല്ല ചിന്തകളുടെ ആകാശത്ത് പറന്നു നടക്കുമ്പോൾ ഈ ലോകം മുഴുവൻ ഒന്നാണെന്ന് പട്ടത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നു. പട്ടത്തെ പോലെ ലോകത്തെ ഒന്നായി കാണാൻ നമുക്കും കഴിയണം എന്നാണ് കവി പറയുന്നത്. അടുത്തത് ലോകം ഒരു കിളിക്കൂട്. പാരിടമൊന്നായി കാണാൻ ഇനിയും നമ്മൾ തിരിച്ചറിയേണ്ടത് എന്തെല്ലാമാണ്? യൂണിറ്റിലെ പാഠഭാഗങ്ങളിൽ നിന്നും കണ്ടെത്താമോ? ഇവിടെ 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? പൂവിനും മുട്ടിനും കഥ പറയാനുണ്ട്, പിന്നെ മരങ്ങൾക്കും ഭാഷയുണ്ട് എന്നുള്ളത്. പിന്നെ എന്തൊക്കെയാണ്? ഒന്ന് മറ്റൊന്നിന് തണലാകണം. ദാരിദ്ര്യമാണ് ഏറ്റവും വലിയ ദുഃഖം. ലോകം വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്.
അടുത്തത് സ്നേഹത്തിൻ്റെ ഭാഷ. ഈ യൂണിറ്റിലെ എല്ലാ ഭാഗങ്ങളും പരിചയപ്പെടുത്തുന്നത് സ്നേഹമാണ്, സ്നേഹത്തിൻ്റെ ഭാഷയാണ്. സ്നേഹത്തെക്കുറിച്ചുള്ള കവിവാക്യങ്ങൾ, കഥാസന്ദർഭങ്ങൾ, ഗാനങ്ങൾ, ചൊല്ലുകൾ, മഹാന്മാരുടെ വാക്കുകൾ തുടങ്ങിയവ അടുത്തുള്ള വായനശാലകളിൽ നിന്നും ശേഖരിച്ച് നോട്ട് പുസ്തകത്തിൽ എഴുതി വയ്ക്കൂ. കവിവാക്യങ്ങൾ. സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ കേട്ടിട്ടുണ്ടാവുമല്ലേ? കുമാരനാശാൻ്റെ വരിയാണ്. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. വയലാറിൻ്റെ വരികൾ. കഥാസന്ദർഭങ്ങൾ. സ്നേഹം എന്നത് ഒരു വസ്തുവല്ല, ഒരു ബന്ധമാണ്. വൈക്കം മുഹമ്മദ് ബഷീർ. സ്നേഹിക്കുന്നവരുടെ ഹൃദയം ഒരു പൂന്തോട്ടം പോലെയാണ്. പൊൻകുന്നം വർക്കി. ഗാനങ്ങൾ. സിനിമാ പാട്ടുകളാണ്. അതുപോലെ ചൊല്ലുകൾ. സ്നേഹം പലപ്പോഴും ദ്രോഹം ചെയ്യും. സ്നേഹമുള്ളിടത്തേ പരുഷമുള്ളൂ. സ്നേഹത്തിന് ഭാരമില്ല. മഹാന്മാരുടെ വാക്കുകൾ. സ്നേഹം എന്നത് ഒരു പ്രതികാരമല്ല, ഒരു പ്രതിഫലമല്ല, പകരം അത് ഒരു സമർപ്പണം ആണ്. മദർ തെരേസ. സ്നേഹമില്ലാത്ത ജീവിതം പൂക്കളോ കായ്കളോ ഇല്ലാത്ത വൃക്ഷം പോലെയാണ്. ഖലീൽ ജിബ്രാൻ. ഇനി അടുത്തത് ഗുരുവചനം. ലോകം ഒന്നായി കാണണമെന്നാണ് പട്ടം പറപ്പിക്കട്ടെ എന്ന കവിത നമ്മോട് പറയുന്നത്. പ്രപഞ്ചത്തെ ഒന്നായി കണ്ട ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. നരനും നരനും തമ്മിൽ സാഹോദര്യമുദിക്കണം, അതിന് വിഘ്നമായുള്ളതെല്ലാം ഇല്ലാതെയാകണം. ഈ വരികളിലൂടെ ഗുരു നമുക്ക് നൽകുന്ന സന്ദേശം എന്ത്? കടലോളം സ്നേഹം എന്ന യൂണിറ്റിൻ്റെ തലക്കെട്ടുമായി ചേർത്ത് ഈ ഗുരുവചനം ക്ലാസ്സിൽ ചർച്ച ചെയ്യൂ. മനുഷ്യർ തമ്മിൽ എപ്പോഴും പരസ്പരം സ്നേഹിച്ച് സഹോദര തുല്യരായി കഴിയണമെന്നാണ് അല്ലേ? അതിന് തടസ്സമായി നിൽക്കുന്നതെല്ലാം ഇല്ലാതെയാക്കണമെന്നാണ് കവി പറയുന്നത്. നമ്മുടെ ഈ യൂണിറ്റും ലോകത്തെ ഒന്നായി കാണാൻ തന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. മനുഷ്യർക്കിടയിൽ സാഹോദര്യവും ഐക്യവും വളർത്തേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന വരികളാണിവ. ജാതിയോ മതമോ സമ്പത്തോ ഒന്നും തന്നെ അതിൻ്റെ വികാസത്തെ തടസ്സപ്പെടുത്തരുത്. എങ്കിൽ മാത്രമേ സമൂഹത്തിൽ സമത്വവും അഭിവൃദ്ധിയും സമാധാനവും ഉണ്ടാവൂ. അടുത്തത് അമ്മ, കൂട്ടുകാർ, മരങ്ങൾ, പട്ടം ഇവയെ അടിസ്ഥാനമാക്കി കഥയോ കവിതയോ എഴുതൂ, ചിത്രവും വരയ്ക്കാം. ഇതിലേതെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യാം. കഥയോ കവിതയോ ചിത്രം വരയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. അടുത്തത് അർത്ഥം. ചേതോഹരം മനോഹരം, ആശിസ് അനുഗ്രഹം, അഴക് ഭംഗി, ഓതി പറഞ്ഞു, തുണ സഹായം, വീക്ഷിക്കുക നോക്കുക, മാനവൻ മനുഷ്യൻ, നഭസ് ആകാശം, പാവനം നല്ലത്. പര്യായപദങ്ങൾ. ഭൂമി, ധര, ക്ഷിതി, ധരണി, മനുഷ്യൻ, മാനവൻ, മർത്യൻ, നരൻ, അച്ഛൻ, താതൻ, പിതാവ്, ജനകൻ. പിരിച്ചെഴുതുക. താമരപ്പൂവ്, താമര പ്ലസ് പൂവ്. വരികരികിൽ, വരിക പ്ലസ് അരികിൽ. കയറുകൻ്റെ, കയറുക പ്ലസ് എൻ്റെ. ഈ യൂണിറ്റിലെ പാഠങ്ങളൊക്കെ ആയി. എല്ലാവരും നന്നായിട്ട് പഠിക്കുമല്ലോ. നമുക്കിനി എപ്പോൾ കാണുന്ന പറയാ, എപ്പോഴെങ്കിലും കാണാം അല്ലേ? ക്ലാസ്സൊക്കെ ഇഷ്ടമായെങ്കിൽ മെസ്സേജ് അയക്കുമല്ലോ.